ഫിഫ്ത്ത് സെമിസ്റ്റർ BBA സ്പെഷ്യലൈസേഷൻ പേപ്പറായ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Meaning of investment. Investment involves employment of one with the main aim of achieving additional income or growth in the values. The essential quality of an investment is that it involves something for reward. Investment involves the commitment of resources which have been saved in the hope that some benefit will accrue in future. പോസിറ്റീവ് റിട്ടേൺ ഫ്യൂച്ചറിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഫണ്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൽ നിന്ന് അഡീഷണൽ ഇൻകം കിട്ടുന്നതിനോ അല്ലെങ്കിൽ നിക്ഷേപിച്ച ഫണ്ടിൻ്റെ മൂല്യത്തിന് വർധന ഉണ്ടാവാനോ വേണ്ടിയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. It may mean many things to many persons. If one person has advanced some money to another, he may consider his loan as an investment. He expects to get back the money along with interest at a future date. Another person may have purchased 1 kilogram of gold for the purpose of price appreciation and may consider it as an investment. ഒരാൾ മറ്റൊരാൾക്ക് ഒരു എമൗണ്ട് കടം കൊടുക്കുകയാണെങ്കിൽ ഈ എമൗണ്ട് ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റോട് കൂടെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. കടം കൊടുക്കുന്ന ആൾക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റായി കണക്കാക്കാം. അതുപോലെ ചിലപ്പോൾ ഒരാൾ 1 കിലോഗ്രാം ഗോൾഡ് വാങ്ങിക്കുന്നത് ആ ഗോൾഡിൻ്റെ വാല്യൂ ഫ്യൂച്ചറിൽ ഇൻക്രീസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി അയാൾക്ക് കൺസിഡർ ചെയ്യാം. Definition. A commitment of fund made in the expectation of some positive rate of return. Since the return is expected to realize in future, there is a possibility that the return actually realized is lower than the return expected to be realized. This possibility of variation in the actual return is known as investment risk. Thus, every investment involves risk and return. നമ്മൾ ഭാവിയിൽ പോസിറ്റീവ് റിട്ടേൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. എന്നാൽ ഭാവിയിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ച റിട്ടേൺ കിട്ടണമെന്നില്ല. ഇതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്ക്കും റിട്ടേണും ഉണ്ടായിരിക്കും. F. Amling defines investment as purchase of financial assets that produces a yield that is proportionate to the risk assumed over some future investment period. Speculation. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെക്കുലേഷൻ എന്ന് പറയുന്ന ടേമാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടേമാണ് സ്പെക്കുലേഷൻ. Speculation is the practice of engaging in risky financial transaction in an attempt to profit from short or medium-term fluctuation in the market value of a tradable goods, such as financial instrument, rather than attempting to profit from the underlying financial attributes embodied in the instrument, such as capital gain, interest, or dividends. Many speculators pay little attention to the fundamental value of a security and instead focus purely on price movements. Speculation can in principle involve any tradable good or financial instrument. Speculators are particularly common in the market for stocks, bonds, commodity futures, currencies, fine art, real estates and derivatives. അതായത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വാല്യൂവിൽ ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം പീരീഡിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തിൽ നിന്ന് പ്രോഫിറ്റ് പ്രതീക്ഷിച്ച് നടത്തുന്ന റിസ്കി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. സ്പെക്കുലേറ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഇവയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരു സെക്യൂരിറ്റിയുടെ അടിസ്ഥാന വാല്യൂവിനേക്കാൾ സ്പെക്കുലേറ്റർ ശ്രദ്ധ നൽകുന്നത് പ്രൈസ് മൂവ്മെൻറ്റിനാണ്. ഏത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിലും
ട്രേഡബിൾ ഗുഡ്സിലും സ്പെക്കുലേഷൻ നടത്താം. സ്പെക്കുലേഷൻ സാധാരണയായി കാണുന്നത് കറൻസി, സ്റ്റോക്ക് മാർക്കറ്റ്സ്, ബോണ്ട്സ്, കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ്, ഫൈൻ ആർട്സ്, റിയൽ എസ്റ്റേറ്റ്, ഡെറിവേറ്റീവ്സ് ഇവയിലെല്ലാമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സ്പെക്കുലേഷൻ. Investment is all about value creation. Example, manufacturing products and providing services, while speculation is concerned about price movement. In later, you profit purely from price difference. The price movement is mostly influenced by the psychology of the market. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നത് ഒരു വാല്യൂ ക്രിയേഷൻ ആണ്. പക്ഷേ സ്പെക്കുലേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ലോവർ റിസ്ക് ബട്ട് നീഡ് മോർ ക്യാപിറ്റൽ ടു ജനറേറ്റ് മോർ വാല്യൂ, വൈൽ സ്പെക്കുലേഷൻ ഈസ് ചാലഞ്ചിങ്, ഹാസ് ഹയർ റിസ്ക് ബട്ട് റിക്വയർസ് ലെസ് ക്യാപിറ്റൽ. ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമാണ്, എന്നാൽ റിസ്ക് സ്പെക്കുലേഷനെ അപേക്ഷിച്ച് കുറവാണ്. എന്നാൽ സ്പെക്കുലേഷനിൽ റിസ്ക് കൂടുതലും ക്യാപിറ്റൽ കുറച്ചും മതി. അതുകൊണ്ട് തന്നെ സ്പെക്കുലേഷനിൽ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഈസ് അബൌട്ട് ഗെറ്റിംഗ് വാട്ട് മാർക്കറ്റ് ഓഫേഴ്സ്, വൈൽ സ്പെക്കുലേഷൻ ഈസ് അബൌട്ട് ട്രൈങ് ടു ഗെറ്റ് മോർ ബൈ ഡൂയിങ് മോർ ഇൻ ബിലീവിംഗ് ദാറ്റ് യു ക്യാൻ ബീറ്റ് ദി മാർക്കറ്റ്. Fourth point, investment is about doing least since you let the companies or industries work for you by owning a piece of their business, while speculation is about doing the most and it is more involving because you keep chasing the price movement. You need to keep buying and selling to generate profit. നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് കമ്പനീസ്, ബിസിനസ് ഇവയെല്ലാം ആയിരിക്കും. എന്നാൽ സ്പെക്കുലേഷനിൽ സ്പെക്കുലേറ്റർ പ്രൈസ് മൂവ്മെൻറ്റ് ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫിഫ്ത്ത് പോയിന്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഓവർ ലോങ് ടേം വൈൽ സ്പെക്കുലേഷൻ ഈസ് ഷോർട്ട് ടേം. സിക്സ്ത് പോയിന്റ്, investment is about simplicity while speculation is about complexity. പുറമേ നിന്ന് നോക്കുമ്പോൾ സ്പെക്കുലേഷൻ ഈസി ആയി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ സ്പെക്കുലേഷൻ അതുതന്നെയല്ല. മാർക്കറ്റ് ടൈമിങ്, പ്രെഡിക്റ്റിംഗ്, ഡയറക്ഷൻ, സ്റ്റോക്ക് പിക്കിംഗ് ഇവയെല്ലാം സ്പെക്കുലേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്പെക്കുലേഷൻ കോംപ്ലക്സ് ആണ്. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്. Investment is growing system while speculation is zero-sum game. The former will grow over time while the latter remains constant or shrinking over time. Investment objective. There are three main objectives of investment. First one, safety. Second one, growth. Third one, income. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സേഫ്റ്റി, രണ്ട് ഗ്രോത്ത്, മൂന്ന് ഇൻകം. സേഫ്റ്റി. While no investment option is completely safe, there are products that are preferred by investors who are risk averse. Some individuals invest with an objective of keeping their money safe, irrespective of the rate of return they receive on their capital. Such near safe products include fixed deposit, savings account, government bond, etc. ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കംപ്ലീറ്റ്ലി സേഫ് അല്ല. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർ ഫിക്സഡ് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്സ്, ബോണ്ട് ഇവയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. ഇവർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സേഫ്റ്റിയാണ്.
Next, growth. While safety is an important objective for many investors, a majority of them invest to receive capital gain, which means they want to invested amount to grow. There are several options in the market that offer this benefit. These include stocks, mutual fund, gold, property, commodities, etc. It is important to note that capital gain attract taxes, the percentage of which varies according to the number of years of investment. മെജോറിറ്റി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റിൻ്റെ വാല്യൂ കൂടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാർക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ്, പ്രോപ്പർട്ടി, കമ്മോഡിറ്റീസ് ഇവയെല്ലാം വരും. Next, income. Some individuals invest with the objective of generating a second source of income. Consequently, they invest in products that offers returns regularly like bank deposit, corporate and government bonds, etc. Other objectives of investment: tax exemption. Some people invest their money in various financial products for reducing their tax liability. Some products offer tax exemptions, while many offer tax benefits on long-term profit. Second objective, liquidity. Many investment options are not liquid. This means they cannot be sold and converted into cash instantly. However, some people prefer investing in options that can be used during emergencies. Such liquid instruments include stock, money market instrument, and exchange traded funds, etc.